തിങ്കളാഴ്ച തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്റെ സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെ അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ചത്. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പാർട്ടി എംഎൽഎമാരുടെ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം പേരും വിട്ടുനിന്നതോടെ ബിജെപി കേന്ദ്ര നേതൃത്വം അപകടം മനസ്സിലാക്കി ബീരൻ സിംഗിനോട് പദവി ഒഴിയാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. ബീരൻ സിംഗിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. കൂടിക്കാഴ്ചയിൽ രാജി എന്ന ആവശ്യം ഉയർന്നതോടെ ബീരൻ സിംഗിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നു. രാജി സ്വീകരിച്ചതിന് പിന്നാലെ ഗവർണർ അജയ് കുമാർ ഭല്ല ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഞായറാഴ്ച ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി അമിത് ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ബീരൻ സിംഗ് രാജിവെച്ചത്. വൈകുന്നേരം ചില മന്ത്രിമാർക്കൊപ്പം ഗവർണർ അജയ് ഭല്ലയെ നേരിൽ കണ്ടാണ് രാജി സമർപ്പിച്ചത്. നാളെ സംസ്ഥാന നിയമസഭയിൽ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് സിംഗിന്റെ നീക്കം. തിങ്കളാഴ്ച സഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിനുള്ള നീക്കത്തിലായിരുന്നു കോൺഗ്രസ്. അതേസമയം മണിപ്പൂർ ഗവർണർ നേരിട്ട് ഡൽഹിയിലേക്ക് പോകും. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം രാഷ്ട്രപതിയെ അറിയിക്കും. ഇതിനുശേഷമായിരിക്കും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. ഭരണകക്ഷിയിൽ നിന്നുള്ള 12 MLA-മാർ ബീരൻ സിംഗിന്റെ രാജി ആവശ്യം ശക്തമായി ഉന്നയിച്ചുവെന്നും മുഖ്യമന്ത്രി മാറ്റിയില്ലെങ്കിൽ രാജിവെക്കുമെന്നും ഈ MLA-മാർ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മണിപ്പൂരിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റം എന്ന ആവശ്യം ശക്തമായിരുന്നു. എന്നാൽ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും എത്തിയിരുന്നില്ല. മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള MLA-മാർ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ മുമ്പ് കേന്ദ്ര നേതൃത്വത്തെ കണ്ടിരുന്നു. ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് നാളെ സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം കേന്ദ്ര നേതാക്കളും ബീരൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അത് നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വ്യാപകമായി വിമർശനം ബീരൻ സിംഗിനെ നേരിട്ടിരുന്നു. പിന്നീട് 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് കലാപത്തിന്റെ തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് ബീരൻ സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലെ പ്രബല വിഭാഗത്തിന്റെ പിന്തുണയോടെ ബീരൻ സിംഗ് അധികാരത്തിൽ തുടരുകയായിരുന്നു. 2 വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന കലാപത്തിൽ ഇതുവരെ 250-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് ആക്രമണങ്ങളും വംശീയ സംഘർഷവും വർദ്ധിച്ചെങ്കിലും ഇതിന് തടയിടാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ബീരൻ സിംഗ് ഉണർന്നു പ്രവർത്തിച്ചില്ലെന്ന് ആരോപിച്ചത് BJP-യിലെ തന്നെ കുക്കി വിഭാഗം MLA-മാർ ആയിരുന്നു. നിരവധി തവണ ഇക്കാര്യം ഉന്നയിച്ച് അവർ BJP കേന്ദ്ര നേതൃത്വത്തെ കണ്ടെങ്കിലും ബീരൻ സിംഗിന് മുഖ്യമന്ത്രി പദത്തിൽ കൂടുതൽ സമയം നൽകി. ഇതിന് പിന്നാലെയായിരുന്നു നവംബറിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി NDA വിട്ടത്. വംശീയ കലാപത്തിന് ശേഷം സംസ്ഥാനം തുടർച്ചയായ അക്രമത്തിലേക്ക് വഴിമാറുന്നുവെന്നും ഇത് തടയുന്നതിൽ മുഖ്യമന്ത്രി ബീരൻ സിംഗ് പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചായിരുന്നു NPP BJP-ക്കുള്ള പിന്തുണ പിൻവലിച്ചത്. സംസ്ഥാന ഭരണത്തെ ബാധിച്ചില്ലെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മികച്ച ജനപിന്തുണയുള്ള NPP NDA വിട്ടത് BJP-ക്ക് തിരിച്ചടിയായിരുന്നു. പിന്നാലെ സഖ്യകക്ഷികളായ JDU-യും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP-ക്കുള്ള പിന്തുണ പിൻവലിച്ചു. ഇതോടെയാണ് BJP കേന്ദ്ര നേതൃത്വം ബീരൻ സിംഗ് മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ പുനരാലോചന നടത്തിയത്. തങ്ങളുടെ MLA-മാർക്കെതിരെ ബീരൻ സിംഗ് ഭീഷണി മുഴക്കിയതായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. നിയമസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ ജനം കോൺഗ്രസ് അംഗങ്ങളെ പിന്തുടരുമെന്നും അവരെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ബീരൻ സിംഗിന്റെ ഭീഷണിയെന്ന് കോൺഗ്രസ് നേതാവ് ഇബോബി സിംഗ് ആരോപിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ ഗവർണർ അജയ് കുമാർ ഭല്ലയെ സന്ദർശിച്ച് പരാതി നൽകിയിരുന്നു.